إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. 2025 എന്ന കലണ്ടർ വർഷം നമ്മളിൽ നിന്ന് വിട പറയാനായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പുതിയ ഒരു വർഷം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ആയുസ്സിൽ രേഖപ്പെടുത്തിയ ഒരു വർഷമാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത് എന്നത് വെറും ആലങ്കാരികമായല്ല, വളരെ ആത്മാർത്ഥമായി തന്നെ ആലോചിക്കേണ്ടുന്ന ഒരു സമയമാണിത്. ഇനി ഒരിക്കലും ഈ പോയി തീർന്ന് അവസാനിക്കാറായി നിൽക്കുന്ന വർഷത്തിന്റെ ഒരു ദിവസത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്നത് നമുക്ക് സാധിക്കുകയേയില്ല. നമുക്ക് ഓർമ്മകൾ ഉണ്ടാകും. 2025 നോവും നനവുമുള്ള മധുരവും സങ്കടവുമുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും. പക്ഷെ ആ ഓർമ്മകളിലേക്കൊന്നും വീണ്ടും തിരിച്ചെത്തുവാനുള്ള ടൈം മെഷീനുകളൊന്നും നമ്മളുടെ ആരുടെയും കൈകളിലില്ല. അതുകൊണ്ട് തന്നെ ആ കൊഴിഞ്ഞു പോകുന്നത് അത് കൊഴിഞ്ഞു തീരുക തന്നെയാണ്. പിന്നീട് ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത നമ്മളുടെ ആലോചനകളിലും ഓർമ്മകളിലും മാത്രം ചില ശകലങ്ങളായി അവശേഷിക്കുന്ന ഒരു വർഷമായി അത് മാറാൻ പോവുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. അള്ളാഹു നമ്മളുടെ ജീവിതത്തിന് ഒരു ജനന തീയതിയും ഒരു മരണ തീയതിയും നിശ്ചയിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. നമ്മൾ പ്രഗത്ഭരായ അറിയപ്പെടുന്ന ആളുകളെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവരുടെ ജീവിതം ഇന്ന വർഷത്തിൽ അദ്ദേഹം ജനിച്ച് ഇന്ന വർഷത്തിൽ മരിച്ചു എന്നുള്ള കണക്ക് നാം പഠിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ ജീവിതത്തിനുമുണ്ട് നമ്മൾ ജനിച്ച ഒരു തീയതി. അത് നമ്മളുടെ എല്ലാം മനസ്സിലുള്ളത് പോലെ തന്നെ നമ്മളും മരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. 2000-ലാണ് നമ്മൾ ജനിച്ചത് എന്ന് വിചാരിക്കുക. 2050 നമ്മളുടെ മരണ വർഷമെന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ മറിച്ചിടുമ്പോ ഈ കലണ്ടറിനെ നമ്മൾ മാറ്റിവെച്ച് 2026 കലണ്ടറിനെ നമ്മളുടെ ആണിയിൽ നമ്മൾ കൊളുത്തി വെക്കുമ്പോ തീർച്ചയായും നമ്മളുടെ മനസ്സിലുണ്ടാകണം നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി തിരികെ വരാത്ത ഒരു ആയുസിന്റെ ഒരു വർഷമാണ്, ഒരു കലണ്ടർ വർഷമാണ് തന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നത് എന്നുള്ള ആത്മാർത്ഥമായ ബോധവും ഓർമ്മയും ഈ അവസരത്തിൽ
നമുക്കുണ്ടാകേണ്ടതുണ്ട്. അധികം ജീവിതമൊന്നും ഇല്ലല്ലോ നമുക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതല്ലേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുഷ് എന്ന് പറയുന്നത് അത് 60-നും 70-നും ഇടയിലാണ്. 1000 വർഷത്തോളമൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയ, അതിലേറെ വർഷം ജീവിക്കുവാൻ അവസരം കിട്ടിയ നബിമാരുടെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്നത് നമുക്കറിയാം. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അത് 60-നും 70-നും ഇടയിലുള്ള വർഷങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മളുടെ മനസ്സൂരിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 2025 കഴിഞ്ഞ് 2026 പോകുന്നു എന്ന് പറയുന്ന ഈ കലണ്ടർ, അതിനെ പറയുന്ന പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ്. അതുപോലെ തന്നെ അത് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ്. സൂര്യൻ ഉദിച്ചസ്തമിക്കുമ്പോഴാണല്ലോ നമ്മൾ ഒരു ദിവസം കണക്കാക്കുന്നത്. അതിനെയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്കറിയാം ഹിജറ കലണ്ടർ. ചന്ദ്രനുമായി ആണ് ചന്ദ്രന്റെ ഉദയവും അസ്തമയവും അത് സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയവും ഇതിനെയൊക്കെ കണക്കാക്കിയിട്ടാണ്, ഭൂമിയെ ചുറ്റാനുള്ള സമയവും ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ വർഷത്തെ കണക്കാക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാല് ഈ സൂര്യന്റെ കണക്കടിസ്ഥാനത്തിലുള്ള കലണ്ടറും അതുപോലെ തന്നെ ചന്ദ്രന്റെ കണക്കടിസ്ഥാനത്തിലുള്ള കലണ്ടറും തമ്മിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഒരു വർഷത്തിൽ 354ഓളം ദിവസമാണ് ഈ ചന്ദ്രമാസ കണക്കടിസ്ഥാനത്തിൽ ഒരു വർഷം എന്ന് പറയുന്നത്. മറ്റത് 365 366 ദിവസങ്ങളാകാം. ഈ ഒരു 11 ദിവസം ഒരു വർഷത്തിൽ 2 കലണ്ടറും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാല് 33 വയസ്സ് പ്രായമുള്ള ഒരാൾ, അയാൾ 33 × 11 കൂടി അയാൾ കണക്കാക്കണം. അത് കണക്കാക്കുമ്പോൾ ഏകദേശം 363 ദിവസങ്ങളാണ്. 33 × 11 എന്ന് പറയുന്നത് 363 ദിവസമാണ്. 365 ദിവസമാണല്ലോ ഒരു വർഷം. അപ്പോ 33 വയസ്സായ ഒരാൾക്ക് ഈ ഹിജ്റ കലണ്ടർ അടിസ്ഥാനത്തിൽ അയാൾക്ക് 34 വയസ്സായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കിയത് ഈ സൂര്യവർഷാടിസ്ഥാനത്തിലാണ്. അതിന്റെ അപ്പുറത്ത് 33 വയസ്സുള്ള ആളുകൾ മനസ്സിലാക്കാനല്ല. അതൊരു നടുക്കം തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ. ഈ കണക്ക് റസൂൽ പറഞ്ഞ ഈ 60-നും 70-നും ഇടയിലുള്ളത് പറയുന്നത് ഹിജ്റ കലണ്ടർ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇനി ആലോചിച്ച് നോക്കുക, 66 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, 66 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന് 66 × 11 726 ദിവസങ്ങളാണത്. 730 ദിവസം 2 വർഷമാണ്. എന്ന് വെച്ചാല് അദ്ദേഹത്തിന് 66 വയസ്സല്ല ഉള്ളത്, 68 വയസ്സാണുള്ളത്. 70 വയസ്സും 75 വയസ്സോ ഒക്കെ ഉള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് 2 വർഷമൊക്കെ കൂടുതൽ കൂട്ടേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ഈ കണക്കടിസ്ഥാനത്തിലുള്ള കണക്ക് മാത്രമാണ് നമ്മളുടെ മനസ്സിലുള്ളത്. ഈ കണക്ക് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്കറിയാലോ, 300 വർഷം ഉറങ്ങുക എന്ന അത്ഭുതം സംഭവിച്ചവരാണവർ. അവരെ പറ്റി പറയുമ്പോ ഖുർആൻ നമ്മൾ ഇന്ന് ഓതിയ അൽ കഹ്ഫിന്റെ 25-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയാണ്, വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ. അവരെ ആ ഗുഹയില് 300 വർഷം കഴിച്ചുകൂട്ടി എന്ന് അള്ളാഹു പറയുകയും എന്നിട്ട് ഉടനെ പറയാണ് വസ്ദാദു തിസ്ആ. അവര് 9 വർഷം കൂടി കൂടുതൽ കണക്ക് കൂട്ടുകയും ചെയ്തു. ഹിജ്റ കലണ്ടർ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 300 വർഷം. പിന്നെ മറ്റൊരു കണക്ക് കൂടിയുണ്ട്, സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കണക്ക്. ആ കണക്കടിസ്ഥാനത്തിൽ ആളുകൾ പറഞ്ഞു 309 വർഷമാണ് എന്ന്. അതായത് 300 × 11 സമം 3300. ആ 3300-നെ 365-നെ ഹരിച്ചാൽ കിട്ടുന്ന കണക്ക് 9 ആണ്. 9 വർഷം കൂടി അതിലധികമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് 300 വർഷം അവർ കഴിച്ചുകൂട്ടി, വസ്ദാദു തിസ്ആ, അവർ 9 കൂടി കൂട്ടിവെക്കുകയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ പ്രായം വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നുണ്ട് എന്ന ഒരു ബോധവും എന്ന ഒരു ചിന്തയുമൊക്കെയാണ് ഈ സമയത്ത് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഇതിന്റെയൊക്കെ അപ്പുറത്ത് എന്തിനേയും ആലോചനകളില്ലാതെ ആഘോഷമാക്കി തിമിർക്കുക എന്ന ഒരു മനോഭാവമല്ല നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിന് കണക്ക് കുറിക്കപ്പെട്ടവരായിക്കൊണ്ടാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ എത്ര കുടിക്കണം,
നമ്മൾ എത്ര കഴിക്കണം, ഇന്ന് നമുക്ക് ഉച്ചക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പടച്ചോൻ കണക്കാക്കിയത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്ര ശ്വസിക്കണം അതിന് കണക്കുണ്ട്. നമ്മുടെ ഹൃദയം എത്ര മിടിക്കണം അത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര നടക്കണം എന്നത് അള്ളാഹു കുറിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ മരിച്ചു വീഴണം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ചിത്രം നമ്മളുടെ ജീവിതത്തിന്റെ ഇതുണ്ട്. നമ്മൾ മരിച്ചു വീഴേണ്ടുന്ന സ്ഥലം ഏതാണ് എന്നത് പോലും തീരുമാനിക്കപ്പെട്ടതാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നമ്മളിൽ ഒരാൾക്കും അറിയില്ല നമ്മൾ എവിടെ വെച്ചാണ് മരിച്ചു വീഴുക എന്നത് ഒരാൾക്കും അറിയില്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള കണക്കാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നാം എവിടെ മരിച്ചു വീഴണം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോ നമുക്ക് പറഞ്ഞു തരാണ് നമ്മൾ എവിടെ മരിച്ചു വീഴണം എന്നത് നമുക്കറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിന് അടിവരയിട്ട് പറഞ്ഞു തരാണ്. ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണം എന്ന് തീരുമാനിച്ചാൽ അവിടേക്ക് അല്ലാഹു അവനൊരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. തിരക്കായിരിക്കും, പോവാൻ തിരക്കായിരിക്കും. എനിക്ക് പോകണം, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം. എത്ര മരണങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ പൂർത്തിയാക്കാതെ മയ്യിത്തുകളായി വീട്ടിലേക്ക് കടന്നു വരുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അള്ളാഹു തീരുമാനിച്ച മരണസ്ഥലത്തേക്കുള്ള പാഞ്ഞുപോക്കായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു ജീവിതം കുറിക്കപ്പെട്ടവരായി നമ്മളുടെ എല്ലാ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മളുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു ബോധം നമ്മളെ വിനയാന്വിതരാക്കി മാറ്റേണ്ടതുണ്ട്. പരലോകത്തെ കുറിച്ച് നോക്കുമ്പോ, പരലോകത്തെ വെച്ച് അളക്കുമ്പോ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ദുനിയാവിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ കെട്ടുപാടുകൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പരലോകവും വെച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ ദിവസങ്ങളെയും വർഷങ്ങളെയും ഒക്കെ ഒന്ന് അളക്കേണ്ടത് അനിവാര്യമാണ്. ആരെയും അമ്പരിപ്പിക്കുന്ന വാഹനങ്ങളും ആരും കൊതിച്ചു പോകുന്ന അത്ര ഭൂസ്വത്തും ആരാരും അസൂയപ്പെടുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കും. അതൊക്കെ ഉണ്ടാകാൻ വേണ്ടി അവർ പണിയെടുക്കും. പക്ഷേ ഈ കിനാവുകൾ കൂട്ടിവെച്ച സ്വപ്നലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ മിഴിതുറപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന, നമ്മളുടെ ആലോചനകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെത്തുമ്പോ നമ്മളോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചു? കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. നിങ്ങൾ ദുനിയാവിൽ എത്ര വർഷമാണ് ജീവിച്ചത്? ഖാലു, അവര് ഉത്തരം പറയും. പ്രത്യേകിച്ചും അവിശ്വാസികളായ ആളുകൾ ഉത്തരം പറയും, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഒന്നെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് അല്പസമയം, അത്ര സമയം മാത്രമേ ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് മനുഷ്യന്മാർ പറയും. ഫസ്അലിൽ ആദീൻ, എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ആളുകളോട് ചോദിക്കുക, മലക്കുകളോട് ചോദിക്കുക, ഞങ്ങൾക്ക് അറിയില്ല പഠിച്ചോനെ, ഞങ്ങൾക്ക് തോന്നുന്നത് ഒന്നുകിൽ ഒരു ദിവസം 60, 70 അതിലേറെയും വർഷമൊക്കെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ പറയാണ്, പഠിച്ചോനെ ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് അല്പസമയം മാത്രമേ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. അല്ലാഹു പറയാണ്, ഖാല ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ. ശരിയാണ്, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. ലൗ അന്നകും കുൻതും തഅലമൂൻ. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ ദുനിയാവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമായി നിങ്ങൾ കാണുന്നതിനപ്പുറത്ത് ഒരു കുറഞ്ഞ സമയം മാത്രം ജീവിക്കുവാനുള്ള ഒരു യാത്രാ സമയമായി നിങ്ങൾ ഇതിനെ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു ചോദിക്കണം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മനുഷ്യരെ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന്, നിങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നില്ല എന്ന്, നിങ്ങളുടെ നന്മയും തിന്മയും ഒന്നും രേഖപ്പെടുത്തി വെക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്നൊരു അല്പസമയം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന് തോന്നാനുള്ള കാരണം? അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ മആരിജിലൂടെ അല്ലാഹു പറയാണ്, തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഖിയാമത്ത് നാളിന്റെ ദിവസം, ആ ദൈർഘ്യം എന്ന് പറഞ്ഞത് അന്ന് മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം ആത്മാക്കളുമെല്ലാം അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്ന ദിവസം
ആ ദിവസത്തിന്റെ ദൈർഘ്യം കാന മിഖ്ദാറുഹു 50,000 സന. ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞത് 50,000 വർഷത്തിന് തുല്യമാണ് എന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞുതരാം. ഖിയാമ നടക്കുന്ന ദിവസത്തിന്റെ ദൈർഘ്യം, ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷത്തിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ കണക്കുകളൊക്കെ മാറും. ഈ ദുനിയാവ് അവസാനിച്ചാൽ ഈ ദിവസ കണക്കുകളൊക്കെ മാറും. മാത്രമല്ല, പരലോകത്തെ ഒരു ദിവസത്തെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖിയാമത്ത് ശേഷമുള്ള പരലോകത്തെ ഒരു ദിവസത്തെ പറ്റി സൂറത്തുൽ ഹജ്ജിന്റെ 47-ാമത്തെ വചനത്തിലൂടെ വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, അവര് ശിക്ഷയ്ക്ക് വേണ്ടി റസൂലെ താങ്കളുടെ തിരക്കൂട്ടാണ്. എന്താ മുഹമ്മദ്, ശിക്ഷ വരും എന്നല്ലേ പറഞ്ഞത്, എന്താ വരാത്തത് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാണ്. അള്ളാഹ് പറയണേ, നിങ്ങൾ അള്ളാഹു ചെയ്ത കരാറിനെ അള്ളാഹു ലംഘിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഖിയാമ നടക്കുന്ന ഒരു ദിവസം, അതിന്റെ ദൈർഘ്യം 50,000 വർഷത്തിന് തുല്യം. അതിനുശേഷമുള്ള ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 1000 വർഷങ്ങൾക്ക് തുല്യം. അതുകൊണ്ടാണ് അത് ലോകം വേറെയാണ് മനുഷ്യരെ, അത് മറ്റൊരു ലോകമാണ്. ആ ലോകത്ത് നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ദുനിയാവിൽ കഴിച്ചുകൂട്ടിയ ദിവസം എത്രയാണ്? അല്ലാഹുവേ, ഞങ്ങൾ ഒരു ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് ഒരല്പസമയം മാത്രമേ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് മനുഷ്യർ പറയുന്ന ഒരു ലോകമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് നമ്മൾ ഈ ദുനിയാവിന്റെ താല്പര്യങ്ങളിൽ മുഴുകാതെ പരലോകത്തേക്ക് പോകാനുള്ളവരാണ് എന്ന്, അനശ്വരമായ ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങുന്നവരായി, അതിനുവേണ്ടി നമ്മളുടെ ജീവിതം തിട്ടപ്പെടുത്തുന്നവരായി, അതിനെപ്പറ്റിയുള്ള ആലോചനകളിൽ മുഴുകുന്നവരായി മാറണം എന്നതാണ് ഈ സന്ദേശങ്ങളെല്ലാം, ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന് വേണ്ടി ഒരുങ്ങുകയും തയ്യാറാവുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബദ വഹസബ അൽഅഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലൂടെ നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പടച്ചവനെ പേടിക്കണം. തിന്മകൾക്കും തെറ്റുകൾക്കും ഒക്കെ അവസരം ഉണ്ടാവും, സൂക്ഷിക്കണം. പരലോകം ഉള്ളതാണ്. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി, നാളെ എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരു കൂട്ടി വെച്ചത് എന്നതിനെ പറ്റി നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. എല്ലാ ജാടകളും മാറ്റിവെച്ച്, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും മാറ്റിവെച്ച് ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിക്കുക. നിസ്സാരനായ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ആലോചിക്കുക. ഞാൻ മരിച്ചുപോയാൽ എന്റെ ജീവിതത്തിൽ, എന്റെ പാരത്രിക ജീവിതത്തിൽ, ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ എന്താണ് ആത്മാർത്ഥമായി ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുള്ളത് എന്നത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് നമ്മൾ മാത്രമുള്ള ഒരൊറ്റക്കുള്ള വേളയിൽ നമ്മൾ ആലോചിക്കുക. മാ ഖദ്ദമത് ലിഗദ്, പടച്ചോനെ ഞാൻ മരിച്ചു പോവല്ലോ, എന്റെ നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത് എന്നത് ആലോചിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും അതിസൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതാണ്, ഖിയാമത്ത് നാളിൽ ഒരാളുടെയും ഒരു കാൽപാദം ഒരടി മുന്നോട്ട് പോവുകയില്ല എന്ന് അവരോട് ചോദിച്ചിട്ടല്ലാതെ നിന്റെ ആയുസ് അത് നീ എങ്ങനെ ചെലവഴിച്ചു മനുഷ്യ? ഉറങ്ങിത്തീർത്തു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ആഘോഷ തിമിർപ്പുകളിൽ ഞാൻ അഭിരമിച്ചു എന്ന് പറയാൻ പറ്റുമോ? നമ്മളുടേതായ തിരക്കുകളിൽ, ദുനിയാവിൻ്റെതായ കെട്ടുപാണ്ഡങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ ഞാൻ മുഴുകിപ്പോയി എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതം എങ്ങനെ ചിലവഴിച്ചു എന്ന ചോദ്യമുണ്ട്.
നിന്റെ അറിവ് കൊണ്ട്, നിന്റെ വിജ്ഞാനം കൊണ്ട് നീ എന്താണ് ചെയ്തത്? ഞാൻ എന്റെ കുടുംബത്തെ നോക്കി എന്നത് മാത്രം ഒരു ഉത്തരമാകില്ലല്ലോ. നമ്മൾക്ക് ചെയ്യുവാനുള്ളത്, നമ്മൾ അല്ലാഹുവിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി ചെയ്യുവാനുള്ളത് ചെയ്തോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരാളുടെയും കാൽ ഒരടി പോലും മുന്നോട്ട് പോവുകയില്ല. അതുപോലെ തന്നെ നിന്റെ സമ്പത്ത് നീ അത് സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിലാണോ, അത് ചിലവഴിച്ചത് ഹലാലായ മാർഗത്തിലാണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഈ കരുത്തുള്ള യൗവനം, ഈ ശരീരം ഇതെങ്ങനെ ചിലവഴിച്ചു, എങ്ങനെ നശിപ്പിച്ചു എന്ന ചോദ്യത്തിനും അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതാണ്. നമ്മൾ ഒരു കണക്കെടുപ്പ് നടത്തണം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കണക്കെടുപ്പ് നടത്തണം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നടത്തണം. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഇരിക്കണം, നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം, നമ്മളുടെ പരലോക ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ കച്ചവടത്തിന് കണക്കെടുക്കാറില്ലേ? നമ്മളുടെ ഗൂഗിൾ പേ വഴി നമ്മൾ ഓൺലൈനായിട്ട് പണം ചെലവഴിക്കുന്ന സമയത്ത് കണക്കറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും. പണം പെട്ടെന്ന് തീർന്നു പോകും, കിട്ടുന്ന ശമ്പളമൊക്കെ പെട്ടെന്ന് തീർന്നു പോകുമ്പോ നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പരിശോധിക്കുക, കൊടുക്കാണ് പഠിച്ചോനെ പൈസ ഒക്കെ പോയത് എന്നൊരു കണക്കെടുപ്പ് നടത്താറില്ലേ? നമ്മൾ കല്യാണം കഴിയുമ്പോ ആ വീട്ടിലെ കല്യാണത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഒരുങ്ങുമ്പോ അതിനെത്ര പണം ചെലവാകും എന്ന വിഷയത്തിൽ നമ്മൾ കണക്കെടുക്കാറില്ലേ? വീട്ടിലെ ചെലവ് അധികരിക്കുന്ന സമയത്ത് എവിടെയാണ് പണം നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് ഞാൻ ഇതിനെ കൃത്യപ്പെടുത്തേണ്ടത് എന്ന ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണക്കെടുക്കാറില്ലേ? നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന വിഷയത്തിൽ നമ്മൾ കണക്കെടുക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്വയം വിചാരണക്ക് സന്നദ്ധമാകേണ്ടവർ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം തന്നെ ഒരു വിചാരണ നടത്തുക. നമ്മളുടെ വിഷയത്തിൽ നമ്മൾ തന്നെ ഒരു ഹിസാബ് തയ്യാറാവുക. വസിനു അൻഫുസകും ഖബ്ല അൻ തൂസനു. നിങ്ങളുടെ അമലുകൾ തൂക്കപ്പെടുന്ന ദിവസത്തിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് തൂക്കി കണക്കാക്കുക. പടച്ചോനെ, എന്റെ നന്മയുടെ തുലാസ് കനം തൂങ്ങുമോ, എന്റെ തിന്മയുടെ തുലാസ് കനം തൂങ്ങുമോ, എന്റെ തിന്മകൾ അധികമാണോ പടച്ചോനെ എന്ന് ആലോചിച്ച് ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഫഇന്നഹു അഖഫു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസിബു അൻഫുസകും അൽ-യൗം. നാളെ നിങ്ങൾ വല്ലാത്ത വിചാരണക്ക് വിധേയമാകുന്നതിന് മുൻപ് ഇന്ന് നിങ്ങൾ തന്നെ നിങ്ങളെപ്പറ്റി ഒരു വിചാരണ നടത്തി ഒരു തീരുമാനമെടുക്കുന്നതാണ് നല്ലത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയാണ്. അത് നമ്മളുടെ മനസ്സിലുണ്ടാകണം, വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മളിൽ ഉണ്ടാകണം. എന്റെ ജീവിതം എങ്ങനെയായിരുന്നു കഴിഞ്ഞുപോയ വർഷം എന്ന് ആലോചിച്ച് അടുത്ത വർഷത്തേക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഒരുങ്ങണമെന്ന തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മളുടെ ഓരോ തിന്മകളും, നമ്മളുടെ സ്വകാര്യ ജീവിതം പ്രത്യേകിച്ചും പറയാനുള്ളത്, ആളുകൾക്കിടയിൽ മാന്യനായി നടക്കാൻ എല്ലാവർക്കും കഴിയും. നമ്മളുടെ കൈകളിലൊക്കെ മൊബൈലുകളുണ്ട്. ഡിജിറ്റൽ വേൾഡ് ജീവിക്കുന്ന ആളുകളാണ് നാം. തിന്മകൾ വളരെ വളരെ പരസ്യമായ രീതിയിൽ ആർക്കും പിടിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ ഒക്കെ മുന്നിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പരസ്യ ജീവിതം മാത്രം നന്നാക്കിയത് കൊണ്ട് കാര്യമില്ല. രഹസ്യ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്നതുകൂടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മളുടെ വീടിന്റെ വാതിലുകൾ കുറ്റിയിട്ട് നമ്മളുടെ പുതപ്പുകൾക്കുള്ളിൽ നമ്മൾ ഒളിഞ്ഞിരുന്ന് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന തിന്മകൾ അത് അല്ലാഹു അറിയുന്നുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകണം. അതും ഈ വിചാരണക്ക് വിധേയമാകേണ്ടുന്ന വിഷയമാണ് എന്നത് ഗൗരവത്തോടു കൂടി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തു ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അല്ലാഹു ഓർമ്മപ്പെടുത്താണ്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അന്ന് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസമാണ്. എന്താണ് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുക എന്നതിന് മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന തഫ്സീറാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ഭൂമി സാക്ഷി പറയുന്ന ദിവസമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ സ്വകാര്യമായി വാതിലുകൾ കുറ്റിയിട്ട് നമ്മളുടെ റൂമിൽ നിന്ന് കണ്ടുകൂട്ടിയ വൈകൃതങ്ങളെ കുറിച്ച് ആ റൂമും ആ മണ്ണും അത് സാക്ഷി പറയുന്ന ദിവസമുണ്ട്. അതെങ്ങനെയാണ് എന്നും ചോദിക്കണ്ട. നിന്റെ റബ്ബ് അതിനോട് കൽപ്പിച്ച് അതിന് വഹി നൽകിയ, അതിന് ബോധനം നൽകിയ കാര്യമാണത്. ആ നടപടി ഉണ്ടാകും. അള്ളാഹു വിചാരണ നടത്തും. നമ്മൾ ചെയ്ത തിന്മകളെ പറ്റി, നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ഈ ഭൂമി സംസാരിക്കും, നമ്മൾ ആ ചെയ്ത മണ്ണ് സംസാരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ നമ്മളുടെ ജീവിതം
വളരെ ശ്രദ്ധയോടുകൂടിയാകണം. പ്രത്യേകിച്ചും സ്വകാര്യ ജീവിതം തിന്മകളിൽ നിന്ന് മാറ്റിവെക്കുവാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുവാനുള്ള ഒരു കണക്കെടുപ്പായി ഈ സന്ദർഭം മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا اللهم احفظ بلادنا اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.